ഓം സർവം തത്വമസി. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സന്ദേശമായിട്ടാണ് എടുക്കേണ്ടത്. കാരണം 30 കൊല്ലമായി ഞാൻ ഏതൊരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്, ആ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇതിനുള്ളിൽ അനേകം പേർക്ക് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പല രീതിയിലുള്ള കാര്യസാധ്യതകളും ആധ്യാത്മികമായ ജ്ഞാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിവർത്തനം വന്ന ഒരാളാണ് ഞാൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഏത് രീതിയിൽ? ആധ്യാത്മിക തലത്തിൽ ഒരു രൂപാന്തരപ്പെടലുണ്ട്. അതിന് നമ്മൾ ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൂടെ നമുക്ക് കാണാം. അങ്ങനെ ഒരു രണ്ടാം ജന്മമായി ഒരു മരണം കഴിഞ്ഞ് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു പരമാത്മ തത്വവും എൻ്റെ ബോധതലവും ഒരു ബന്ധം സ്ഥാപിച്ച പോലെ എനിക്ക് സദാ അനുഭവമുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും അതിനോടുള്ള അനുഭൂതിയും ഒക്കെ അനുഭവിച്ചാണ് ഞാനിങ്ങനെ കാലം കഴിച്ച് പോരുന്നത്. അതിനുള്ളിലാണ് ഞാൻ ഈ കൃതികളെല്ലാം എഴുതിയതും. പലവർക്കും ധ്യാനം, രാജയോഗം, അങ്ങനെയൊക്കെയുള്ള ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, ജപങ്ങൾ, ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങൾ, കുണ്ടലിനി സംബന്ധമായ വിഷയങ്ങൾ, രോഗസംബന്ധമായ വിഷയങ്ങൾ, ഷഡാധാര സംബന്ധമായ വിഷയങ്ങൾ, യോഗ സംബന്ധമായ വിഷയങ്ങളൊക്കെയാണ്. അത് ഇതിലൂടെയൊക്കെ കടന്നു പോവുകയും അതിൻ്റെ കൃതികളൊക്കെ എഴുതുകയും അത് ചിട്ടപ്പെടുത്തി പലവർക്ക് അത് പഠനത്തിനായി നൽകുകയും ആ രീതിയിലൂടെ അവർക്ക് അതിൻ്റേതായ ഫലങ്ങളൊക്കെ സിദ്ധിച്ചു വരുന്നു. അനേകം പേർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ അത് അവരവരുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചുകൂടെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അരിയത്ത് വന്ന് ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന എന്നിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രീക്വൻസി വേവ്സ് ഉണ്ട്. ഈ വഴിയിലൊക്കെ ആയിട്ട് അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് ഒന്ന് പരിചയപ്പെടുത്താനാണ്. നമ്മളൊരു ആധ്യാത്മികമായ ഒരു സംഭവത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങൾ അത് നേതൃത്വം കൊടുക്കുന്ന ഒരാളിൽ ഉണ്ടായിരിക്കണം. അത് സത്യവുമായിരിക്കണം, നീതിയുമായിരിക്കണം, അത് സമത്വവുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞു പോരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്നുള്ള ഒരു ഉപാധി സർവർക്കും ജീവിത പശ്ചാത്തലം ധ്യാനാത്മകമാക്കി കൊണ്ടുവന്നാൽ, പ്രാർത്ഥനാത്മകമാക്കി കൊണ്ടുവന്നാൽ വരുന്ന പരിവർത്തനം, ശരീരത്തിനെയും ആത്മാവിനെയും സംബന്ധിച്ച കുറേ വിഷയങ്ങൾ ഉൾക്കൊണ്ട് അത് പ്രാർത്ഥനയിലൂടെയും നിത്യജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവിത്രമാവുന്ന ഒരു ജീവിതം നമ്മൾ മെനഞ്ഞെടുത്താൽ പലവിധ രീതിയിലുള്ള നമ്മളുടെ അനാവശ്യമായ സംസ്കാരങ്ങളും വാസനകളൊക്കെ പോയി ശുദ്ധമായ ശാന്തി സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുത്തി കൊണ്ടുവരാൻ കഴിയും. അതുപോലെ കുടുംബാരാധനകൾ, കുടുംബ പ്രാർത്ഥനകൾ ഇതെല്ലാം എല്ലാം നടത്തി വരുന്നുണ്ട്. മരണസംബന്ധമായ മോക്ഷ പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള എല്ലാ ആധ്യാത്മിക തലത്തിലൂടെ ഒക്കെ കാണുന്ന എല്ലാ വിഷയങ്ങളും ഈ 30 കൊല്ലമായിട്ട് കൈകാര്യം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു ആരാധന സമ്പ്രദായം പൊതുജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് അതിന് പറ്റുന്ന ഒരു ഇടവും നല്ലൊരിടവും ഒരു സാഹചര്യവും ഉണ്ടായാൽ നിത്യമായ സർവ്വമനുഷ്യർക്കും ഉപദേശങ്ങൾ നൽകിയും ഈ ആരാധന സമ്പ്രദായങ്ങൾ അവരിലേക്ക് പകർത്തിയും അവരുടെ കുടുംബാന്തരീക്ഷങ്ങളും വ്യക്തിപരമായും ഒക്കെ ഒരു പരിവർത്തനം വരുത്തുന്ന രീതിയിലുള്ള ഒരു ആരാധന സമ്പ്രദായം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് പല കുടുംബങ്ങളിലും അതിൻ്റെതായ പ്രതീകങ്ങൾ, പുസ്തകങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് നടത്തി വരുന്നത്. അതിപ്പോൾ പല കുടുംബങ്ങളിലും അതിൻ്റെതായ ആരാധന സമ്പ്രദായം ചെയ്യുമ്പോൾ അനുഭവങ്ങളുണ്ടായി വരുന്നുണ്ട്. പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. ഇതൊന്ന് വിശാലമാക്കി. കാരണം നമ്മൾ സമയമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഒരു നിമിഷമായാലും കൊല്ലമായാലും അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഈ നേതൃത്വം കൊടുത്ത്
പ്രവർത്തിച്ചു വരുന്ന ഈ ആധ്യാത്മിക കർമ്മ പദ്ധതി ഒന്ന് വിശാലമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും സഹകരിക്കാൻ പറ്റുന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് നമുക്ക് പൊതുജനത്തിന് ആയിട്ട് നമുക്കത് വിഭാവനം ചെയ്യാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പേരോ പ്രസക്തിയോ സമ്പത്തോ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വരരുത്. നമ്മെല്ലാം ദാനമായി നൽകുക. ദാനമായൊരു ജീവിതം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു. ഈശ്വരൻ ഒരു സൃഷ്ടി തന്നിരിക്കുന്നു. ഈ കാണുന്ന പ്രകൃതിയുടെ എല്ലാ വിഭൂതികളും അനുഭവിച്ച് മനസ്സിലാക്കി ഇവിടെ നിന്ന് വിട്ടുപോരാനുള്ള ഒരു സാഹചര്യമാണ് ദൈവം തന്നിരിക്കുന്നത്. അത് ദാനമായിട്ട് നൽകിയതാണ്. അപ്പോൾ നമുക്ക് ദാനമായി നൽകിയ ജ്ഞാനം അത് ദാനമായി നൽകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ പേരിനോ പ്രസക്തിയോ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ന് പല രീതിയിലുള്ള ആധ്യാത്മിക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയ വെളിച്ചം, ഈ അറിവ് അത് ജനങ്ങൾക്കായിട്ട് പൊതുവായുള്ള ഒരു ആരാധന രീതിയിലൂടെയും ആത്മീയ ജ്ഞാന ക്ലാസ്സുകളിലൂടെയും ഈ പറയുന്ന മാതിരിയുള്ള ധ്യാനം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൂടെ താല്പര്യമുള്ളവർക്ക് അവിടെ ആരാധനകൾ വന്ന് ചെയ്യാനും നേരിട്ട് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു ഇടം, ഒരു സാഹചര്യം ഒരുക്കിയാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ഇവിടെ നമുക്ക് പൊതുജനത്തിനായി വിഭാവനം ചെയ്യാൻ ഇവിടെ നൽകാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയം, എൻ്റെ ഉള്ളിലുള്ള ഒരു വിഷയം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം. അതിനോട് താല്പര്യമുള്ള ഏതെങ്കിലും മാന്യ വ്യക്തികൾ രംഗത്ത് വരികയാണെങ്കിൽ നമുക്കതൊരു വിശാലമായ പൊതുജനത്തിന് വേണ്ടിയുള്ള ഒരു ആരാധന സമ്പ്രദായം രൂപം കൊള്ളാൻ കഴിയും, ഉണ്ടാക്കാൻ കഴിയും. അത് നിങ്ങളോട് ഈ സമയം ഞാൻ ഈ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിൽ നേരിട്ട് തന്നെ വരണം. നേരിട്ട് വന്നിട്ട് കണ്ട് സംസാരിച്ച് നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇടവും ഒരുക്കി പൊതുജനത്തിന് നമുക്ക് ഈശ്വരനാമത്തിൽ, ദൈവിക നാമത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു ഈശ്വരീയ അറിവ്, ആ വെളിച്ചം, ഒപ്പം ആ ചൈതന്യ ഘടന അത് നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയും എന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. താല്പര്യമുള്ളവർ ഇതേപോലെ നിസ്വാർത്ഥമായി ജനസേവനത്തിനായി, ജനങ്ങൾക്കായി നമ്മെല്ലാം ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഇവിടെ നമുക്ക് ചെയ്തു വയ്ക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹകരിച്ച് പോകാവുന്നതാണ്. നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാനായിട്ട് അത് നേരിട്ട് സംസാരിച്ച് അതിൻ്റെ പൂർണ്ണ രൂപങ്ങളെല്ലാം നിങ്ങളോട് പറയാം. അപ്പോൾ ആ ഒരു വിഷയം എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളെ അറിയിച്ചതാണ് ഈ നിമിഷം. താല്പര്യമുള്ളവർ അതിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സന്ദേശമായി ഇത് എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ ഈ കാലഘട്ടത്തിൽ അതിപ്രധാനമായ വിഷയങ്ങളാണ് വളർന്നു വരുന്ന ഈ തലമുറ. ഇന്നത്തെ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന തലമുറകളിൽ പല വിജ്ഞാനത്തിൻ്റെയും കുറവുകളുണ്ട്. മാനുഷിക ബന്ധങ്ങളും മൂല്യങ്ങൾക്കൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതായ രീതിയിലുള്ള ഒരു പാരമ്പര്യത ഒന്നും കാണാനില്ല. വളരെ മോശമായ സിറ്റുവേഷനിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓരോ ഭവനങ്ങളിലും പ്രതികൾ വെച്ച് ഉള്ള ആരാധന, പ്രാർത്ഥന, ധ്യാനം, കുടുംബ പരിപാലനം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി, ഒരു ഗ്രന്ഥം ഞാൻ എഴുതിയിട്ട് അത് എല്ലാ കുടുംബങ്ങളിലും കൊടുക്കുന്നുണ്ട്. അതിലാണ് കൂട്ടായ്മ. ഇന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ ചേർച്ചയൊന്നുമില്ല പല രീതിയിലും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രധാനം കൊടുത്തുകൊണ്ട് ഉള്ളൊരു ആരാധന, പ്രാർത്ഥന സമ്പ്രദായം ഞാൻ പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് വന്ന് അതിന്ന് പല കുടുംബങ്ങളിലും അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. ഇന്ന് കുടുംബങ്ങളിൽ നിന്നൊക്കെ അന്യമായി പോകുന്ന പല ബന്ധങ്ങളൊക്കെ വെച്ചാൽ രക്ഷിതാക്കളും കുട്ടികളൊക്കെ തമ്മിലും മറ്റുള്ള രീതിയിലൊക്കെയുള്ള അകലച്ച, മാനസികമായ അകലച്ചയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, കാലഘട്ടമാണത്. കാരണം ഇന്നത്തെ പൊതുജീവിത മേഖലകളിൽ അങ്ങനെ ഉള്ള മാനസിക വൈകല്യങ്ങൾ
വന്നു ചേരാനുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളിലാണ് കുട്ടികളൊക്കെ ഇന്ന് വളർന്ന് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാവരുടെ കാര്യമല്ല പറയണേ. അപ്പോൾ അതിനൊക്കെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ശിക്ഷണം വളർന്നു വരുന്ന കുട്ടികൾക്ക് കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഞാൻ കുടുംബ പ്രാർത്ഥന എന്ന രീതിയിൽ ജീവിതം പ്രാർത്ഥനാത്മമാക്കൂ എന്ന രീതിയിൽ ഒരു പ്രാർത്ഥന സമ്പ്രദായവും അതിന് വേണ്ടുന്ന ഗ്രന്ഥങ്ങളും അവിടെ കുടുംബങ്ങളിൽ വേണ്ടുന്ന വിശേഷാലുള്ള കാര്യങ്ങളും ഒക്കെ നടത്തി പോരുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതീകം വെച്ച് കൊടുത്തിട്ടുള്ള ഒരു കുടുംബ അംഗങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ആരാധന, ഒരു പ്രാർത്ഥന പ്രധാനമായിട്ട് നടത്തി വരുന്നുണ്ട്. അതിൽ പല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ തെറ്റി പോയിരിക്കുന്ന കുട്ടികൾ, മാനസിക വൈകല്യങ്ങളിലൂടെ ചിന്തിക്കുന്ന കുട്ടികൾ, പലവിധ ഈ വേണ്ടാത്ത ദുശീലങ്ങളിലേക്ക് പോയ കുട്ടികൾ, അവരൊക്കെ പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. അതിന് വളരെ ഗുണമുണ്ടായിട്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് ഒന്ന് വികസിപ്പിച്ചും നമ്മൾ ഈ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആരാധനകളും ആധ്യാത്മികമായ ഈ ക്ലാസ്സുകൾ, ലളിതമായ ക്ലാസ്സുകൾ കുട്ടികൾക്കും കുടുംബ അന്തരീക്ഷത്തിലുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ നിത്യജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ആരാധന സമ്പ്രദായങ്ങളാണ് നടത്തി വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വികസിപ്പിച്ച് എടുക്കാൻ നമുക്ക് ഇങ്ങനെയുള്ളൊരു വിശാലമായ ഒരു പ്രവർത്തന മണ്ഡലം ഉണ്ടായാൽ അവിടെ അത് നമുക്ക് കഴിയും. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് പരിമിതികളുണ്ട്. ചെറിയൊരു സമ്പ്രദായം മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഈ സമയം ഇങ്ങനെ കടന്നു പോകുന്നത് നിങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും ഇതേമാതിരി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സത്യവുമാണെങ്കിൽ അത് ആവശ്യവുമാണ് ഈ കാലഘട്ടത്തിന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹകരിക്കാമെന്നാണ് ഞാൻ പറയണേ. പക്ഷെ മനസ്സെല്ലാം വിശാലമായിരിക്കണം. അതിൽ സ്വാർത്ഥപരമായതോ മറ്റു എന്താ പറയുക ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ പറഞ്ഞതിൽ ക്ഷമിക്കണം. ഞാൻ പറയേണ്ടി വന്നതിനുള്ളിൽ പറയുന്നതാണ്. അതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതിന് പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ അവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, വന്ന് കണ്ടാൽ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ. കാരണം ഇവിടെ വിശേഷാൽ ഉള്ള പൂജാതി കർമ്മങ്ങൾ, അതിലൊക്കെ ഉള്ള മാനസികമായ പരിവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീചക്ര പൂജകൾ, അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഭക്തി നിർഭരമായ കാര്യങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട്. അതിനുപരി രാജയോഗ തലത്തിലേക്ക് കടന്നിട്ട് ആത്മസംബന്ധമായ മോക്ഷസംബന്ധമായ വിഷയങ്ങളാണ് ഞാൻ കൂടുതലും പ്രതിപാദിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ആ വക തത്വങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്നതിൻ്റെ പേരിലാണ് ഭക്തിയിലൂടെയും ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷേ ലക്ഷ്യം എന്താ? അന്ത്യത്തിൽ മോക്ഷമാണ്, സായുജ്യമാണ്. അപ്പോൾ അടിത്തട്ടിൽ നിന്ന് തന്നെ പോകണം. LKG LKG UKG അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. എന്നപോലെ ആത്മതത്വത്തിലേക്ക് പോകുന്നതിന് മുന്നേ അടിത്തട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെയാണ് ആധ്യാത്മിക ശിക്ഷണം കിട്ടേണ്ടത്. അത് ലളിതമായത് കിട്ടണം. അതുകൊണ്ട് നിത്യ ആരാധന, നിത്യപ്രാർത്ഥന ഇതെല്ലാം ഞാൻ തയ്യാറാക്കി അനവധി കുടുംബങ്ങളിൽ ഇപ്പോൾ അത് നടത്തി വരുന്നുണ്ട്. പക്ഷേ അത് അവിടെ ഒതുങ്ങാൻ പാടില്ല. അത് നമുക്ക് കുറച്ചും കൂടി വിശാലമാക്കാൻ ആണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശമാണ് നിങ്ങൾ അറിയിച്ചത്. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സഹകരിച്ചത് നല്ലതാണ്, അത് സമൂഹത്തിന് അത് ഗുണം ചെയ്യും എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ദിവസം 1-2 ദിവസം വന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം കൊള്ളാം, ഇത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് ശരിയല്ല, വിശാലമായി സമൂഹത്തിന് ഉദ്ധരിക്കട്ടെ, ഉപയോഗപ്രദമാകട്ടെ, ഇത് ഗുണം ചെയ്യും വരുന്ന തലമുറകൾക്ക് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് സഹകരിച്ച് അത് നമുക്ക് നിവർത്തിക്കാം. ഭഗവാന്റെ സാക്ഷാൽ മഹേശ്വരൻ്റെ പരാശക്തിയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് വരെയും ഒന്നിനും തെറ്റുവച്ചിട്ടില്ല. കാരണം എൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന വ്യക്തികൾക്ക് ദേവഗണങ്ങളുടെയൊക്കെ ദർശനങ്ങൾ എന്നിൽ നിന്ന് അവർ കാണുന്നുണ്ട്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയാൻ തത്വത്തിൻ്റെ മൂലസാരം പ്രകടമാകുന്നുണ്ട്. കാരണം വരുന്നവർ ഒരു ഗുരു സമാനമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന വ്യക്തികളിൽ അവർ വരുമ്പോൾ ഉണ്ടാകുന്ന പലവിധ പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്.
അതവിടെ പ്രകടമാവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അശുദ്ധമായ ആത്മാക്കളുടെ സാന്നിധ്യം അവരുടെ ശരീരത്തിലുണ്ടെങ്കിലോ അതൊക്കെ എൻ്റെ ഇത് വന്നിരിക്കുമ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്, പശ്ചാത്തലമാണ് ഇവിടെ. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറയണത്. മറ്റൊരാളത് പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് പറയണത്. അത് ഒരു അതിപ്രസംഗമാണോ, അതിലൊരു ദുരുദ്ദേശം ഉണ്ടോ എന്ന് തോന്നരുത്. നാളെ ഇവിടെ ആര് ഭൂമിയിലുണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ അറിവ് ആ ഒരു ഈശ്വരീയത ആണ് എങ്കിൽ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അത് വിഭാവനം ചെയ്ത് ഇവിടെ സമർപ്പിക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് എൻ്റെ തോന്നലാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വിഷയം പങ്കുവച്ചത്. അത് ശരിയാണെന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ ഒരു രൂപം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓം ശാന്തി ശാന്തി ശാന്തി.